നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. ഇത് 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 18 തിരുവചനമാണ്. വചനം വരെ നമുക്ക് നോക്കാം. കുരിശിൻ്റെ വചനം പൗലോസിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. പൗലോസിൻ്റെ കാഴ്ചപ്പാട്ടിൽ 2 തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത്. നശിച്ചു കൊണ്ടിരിക്കുന്നവരും രക്ഷയുടെ വഴിയിൽ ചരിക്കുന്നവരും. നശിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവവുമായുള്ള സഹവാസം അഥവാ കൂട്ടായ്മ നഷ്ടപ്പെട്ടവർ എന്നാണ് അർത്ഥമാക്കുന്നത്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ സന്ദേശം വെറും ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ ശക്തി അല്ലെങ്കിൽ മഹത്വം കണ്ടെത്തുന്നു. കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷ യാന്ത്രികമായി നേടിയെടുക്കുന്നതോ അന്ത്യദിനത്തിൽ മാത്രം സ്വീകരിക്കാനുള്ളതോ അല്ല. പ്രത്യുത ക്രിസ്തുവിലൂടെ ദൈവം നൽകിയ വലിയ കൃപയോട് സർവാത്മന സഹകരിക്കുന്നതാണ്. ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിലാണ് രക്ഷയുടെ അനുഭവം. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുകയും സംലഭ്യമാക്കുകയും ചെയ്യുന്നു. അത് വിശ്വാസം ജനിപ്പിക്കുന്നു. മാനസാന്തരവും ജ്ഞാനവും നീതിയും വിശുദ്ധിയും രക്ഷയും നൽകുന്നു. ലോകത്തിൻ്റെ ജ്ഞാനമല്ല, കുരിശിൻ്റെ ഭോഷത്വമാണ് പ്രധാനമായുള്ളത്. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ്. കുരിശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ശക്തി. ക്രൂശിതൻ്റെ രക്ഷാകര സാന്നിധ്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ക്രൂശിതനായ ഈശോയെ, അങ്ങയെ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ പദ്ധതിയോടെ സഹകരിച്ച് അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുവാൻ എന്നെ ശക്തിയാക്കിയാലും. നാശത്തിലൂടെ ചരിക്കുന്നവർക്കും രക്ഷയിലൂടെ ചരിക്കുന്നവർക്കും വചനം എങ്ങനെ ഫലദായമാകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.